ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ നമുക്ക് തുടങ്ങാമല്ലേ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഴുന്നേക്കാൻ നേരം വൈകി. അത് കാരണം കൊണ്ട് ഞാൻ കരുതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങാം എന്നുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഇംഗ്ലീഷ് ടൈപ്പ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കാരണം എനിക്കെന്തോ രാവിലെ ഇപ്പോൾ ദോശയും സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോവുകയാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ തപ്പാച്ച. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് പോകുന്നത് മറിയൻ പാർക്ക് ആൻഡ് സഫാരി വേൾഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പറയുന്ന ഡ്രൈവർക്കും അത്ര അങ്ങോട്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. സോ ആള് ആംഗ്യ ഭാഷയൊക്കെ കാണിച്ചിട്ടായിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത് കേട്ടോ. എല്ലാവരും തലയിട്ട് ആട്ടുന്നുണ്ട്. എല്ലാവരും വിചാരം അപ്പുറത്തെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പുറത്തെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ ആർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. അവസാനം ആള് നമ്മളോടൊപ്പം വന്ന് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്യിപ്പിച്ച് ഞങ്ങളെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ആള് പോയത് കേട്ടോ. ഇനി എന്താണ് ഈ മറിയൻ പാർക്ക് ആൻഡ് സഫാരി വേൾഡ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയണ്ടേ. അപ്പോൾ ഈ മറിയൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സൂ പോലത്തെ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതിൽ ആനിമൽസിന്റെ ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോളേ നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 പേഴ്സന് 200 ബാത്താണ് കൊടുക്കേണ്ടത്. സോ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ 8 പേരുണ്ട്. 8 പേർക്ക് 200 വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ അത് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജിറാഫിനെ കാണാനായിട്ട് പറ്റും. ആ കാണുന്ന ജിറാഫിന് നമ്മൾക്ക് ക്യാരക്ടർ സാധനങ്ങളോ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ജിറാഫ് ഫീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇവിടെ എന്തായാലും ഇത്ര അധികം ഷോകൾ വരുന്നുണ്ട്. സോ നമ്മൾ വിചാരിച്ചു ഷോ കാണാം എന്നുള്ളത്. കാരണം ഇനി 10:15 നെക്സ്റ്റ് ഷോ ഉണ്ട്. സോ നമുക്കത് കാണാം. എൻ്റെ അറിവനുസരിച്ച് നമ്മൾ ഷോയ്ക്ക് പൈസ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ടിക്കറ്റിൽ കവേർഡാണ്. ഫീഡ് ചെയ്യണേനാണ് നമ്മൾ കാശ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. നിങ്ങൾ കുറേ പേര് അസ്ഥാനത്ത് പിടിക്കുന്ന ഒരു മങ്കിയുടെ ഒപ്പം കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ മങ്കീസാണ് ഇവര്. ഇതുള്ളത് ബാങ്കോക്കിലാണ്, തായ്ലാൻഡിലെ. അപ്പോൾ ഇവരുടെ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോസാണ് നമ്മൾ ഇൻസ്റ്റയിലും ഇതിലൊക്കെ കാണുന്നത് കേട്ടോ. ഇതിന് സ്പെഷ്യൽ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്കെന്തോ ഇവരുടെ ഒപ്പം നിന്ന് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് തോന്നിയില്ല. കുറേ പേര് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഷോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം ഷോകളൊക്കെ കാണാനായിട്ട് വരും കേട്ടോ. കാരണം ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ഷോകളും കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല. സോ ഞാൻ ഇവിടെ കാണിക്കുന്നത് മെയിനായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് ഷോകൾ മാത്രമാണ് കേട്ടോ. തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അടുത്തത് നമ്മൾ എലിഫൻറ്റിൻ്റെ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സർക്കസുകളിലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ ആനയുടെ ഫുട്ബോൾ കളി. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇവിടെ ആനകൾ പടം വരയ്ക്കും. ആ പടം ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോവിനിയർ പോലെ വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 1000 ബാത്താണ് ആ ഒരു പടം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വരിക. പക്ഷെ അത് വലിയ പടമായിരിക്കും. സോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫ്ലൈ ചെയ്യണവർക്കൊക്കെ കൊണ്ടുപോകാനായിട്ട്. എന്നാലും വേണ്ടവർക്ക് അത് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എലിഫൻറ്റിൻ്റെ ഷോ കണ്ട് അടുത്ത ഷോയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ. ഈ ഒരു ഷോ കാണാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ പറയുന്നത് എല്ലാം നിങ്ങൾ അനുസരിച്ചിരിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു അധോലോകം ഇങ്ങനെ നേരിട്ട് കാണുന്നത് കേട്ടോ. അതായത് ഒരു ഫിലിമിൽ എങ്ങനെയാണോ ഒരു സ്റ്റണ്ട് നടക്കുക അതിവിടെ നമുക്ക് ശരിക്കും നേരിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളോട് വന്നപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 6-7 റോഡ് മുകളിൽ വേണം ഇരിക്കാനായിട്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ നനയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇങ്ങനെ ഫയർ വർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
സോ നിങ്ങളുടെ മേത്തേക്ക് തീ വരാനോ അതിനൊക്കെ സാധ്യതയുണ്ട്. സോ കുറച്ച് മുകളിലേക്കായിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഇതിന് തൊട്ടടുത്തിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം ഏത് ഷോയും നമ്മൾ അടുത്തിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ കാണാനായിട്ട് പറ്റുക. അപ്പം ഞങ്ങൾ ഇതിന് മുൻപ് പോയ 2-3 ഷോകളെല്ലാതും നമ്മൾ അടുത്തിരിക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഷോ നമ്മൾ കുറച്ച് അകന്നിരുന്ന് കാണുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഷോ കണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളത്. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. എനിക്ക് ഇവിടെ നടന്ന ഏതൊരു ഷോനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഇതിൽ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം ഓഡിയൻസിനെയും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് മേത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നതും അതേപോലെ ഇതിലുണ്ടായിരുന്ന മിലിറ്ററിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതും അതൊക്കെ എന്താ പറയുക, ശരിക്കും നമ്മൾക്ക് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധമുഖം ശരിക്കും നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നിങ്ങൾ പോയി കാണുക തന്നെ വേണം. നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുക. അതായത് നമ്മളിപ്പോൾ വീഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലെ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് തന്നെയല്ല നമ്മൾ ഫുഡ് കഴിക്കാറ്. സോ സെയിം തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഈ പാർക്കിലുള്ള എല്ലാവരും ഈ ഒരു റെസ്റ്റോറൻ്റ് അല്ല, പല പല റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടേക്കായിട്ടാണ് ഫുഡ് കഴിക്കാം. നമ്മൾ ചെന്ന് കയറുമ്പോഴേക്കും നമ്മുടെ പേരും കാര്യങ്ങളും എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ അവരുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അവർ നമ്മൾക്ക് ഓൾറെഡി ഒരു ടേബിൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു 24-30 അങ്ങനത്തെ നമ്പറുകളൊക്കെ ഉണ്ടായിരിക്കും ഓരോ ടേബിളിലും. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണോ അതനുസരിച്ച് അവിടെ പോയി ഇരിക്കാം. ഫുഡ് ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് എന്താ ഞാൻ പറയുക, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യമായി നമ്മൾ പറയണല്ലോ. നമ്മൾ കുറച്ച് റൈസും അതേപോലെ ചിക്കൻ്റെ പല ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കതൊട്ടും കഴിക്കാനായിട്ട് പറ്റിയില്ല. അവസാനം ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സും അതേപോലെ ഒരു ജിലേബി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനമായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാണാൻ വന്നത് ഡോൾഫിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ അവർ നമുക്കൊരു ബ്രൗഷർ തരും. ആ ബ്രൗഷറിൽ അവർ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷോയാണ് ഈ ഡോൾഫിൻ്റെ ഷോ. അത് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഈ പാർക്കിലുള്ള എല്ലാവരും ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ക്രിസ്മസ് ടൈമിലായ കാരണം കൊണ്ട് തന്നെ അവർ സ്നോയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം എനിക്ക് അവർ തന്ന ആ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള ഷോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയമായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ള ഷോകളൊക്കെ നമ്മൾ കാണാൻ പോയപ്പോൾ ആ ഒരു അനിമൽസ് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരത്ര സിങ്കോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവർ മനുഷ്യന്മാരല്ല, സോ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ബാക്കിയുള്ളത് കണ്ടത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് അങ്ങനെ അവർ പറഞ്ഞ ഒരു ഹൈപ്പിനനുസരിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. നിങ്ങൾ ഈ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്കും തോന്നിയോ അത് ഹൈപ്പിനനുസരിച്ച് ആ ഒരു ഷോ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതും കൂടി നിങ്ങളും പറയണേ. നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഷോയാണ് സീലാൻഡ് ഷോട്ടോ. ഇവന്മാർ ഭയങ്കര വികൃതികളാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ച് മീൻ വാങ്ങൂര്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഒരാൾ ഇങ്ങനെ പാന്റും ഷർട്ട് ഇട്ട് പോകുന്നു. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെയാണ് അത്രേ പോവാ. എന്തായാലും നമ്മൾ ഇനി ഷോ കാണാനായിട്ട് നിൽക്കുന്നില്ല. കാരണം നമ്മൾക്ക് 5 മണിയോട് കൂടി പുറത്തിറങ്ങിയാലാണ് സഫാരി വേൾഡ് കാണാൻ വേണ്ടി പോകാനായിട്ട് പറ്റുള്ളൂ എന്നാണ് നമ്മളോട് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പാർക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ ചുറ്റിക്കറങ്ങിയിട്ട് ഇനി നമ്മൾ അടുത്തത് പോകാനായിട്ട് പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്.
ഇത് ശരിക്കും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത്. ഇത് സൂവിന്റെ കൺസെപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കേജിന്റെ ഉള്ളിൽ മൃഗങ്ങൾ പുറത്തും ആയിരിക്കും കേട്ടോ. സഫാരി വേൾഡിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ നമുക്ക് ശരിക്കും ഒരു ചെറിയ ആഫ്രിക്കയിൽ പോയ ഫീലൊക്കെ കിട്ടിട്ടോ. കാരണം അവർ ആ സോയിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഡ്രൈ ലാൻഡ് പോലെയല്ലേ നമുക്ക് തോന്നുക ആഫ്രിക്കയിൽ പോകുമ്പോൾ. അതേപോലെയൊക്കെ ചെയ്ത പോലെ എനിക്ക് തോന്നി. നമ്മളുള്ളിലും വന്യജീവികളൊക്കെ പുറത്തിങ്ങനെ നടക്കുന്നത് കാണുന്നത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഒരു ചായയും കുടിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. കാരണം ഞങ്ങൾ തലേ ദിവസം ചക്ക വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഇത് ഭയങ്കര എക്കോണമിക്കായിട്ട് ഇന്ത്യക്കാർ വന്ന് ഷോപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ്, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് ആള് പോയി. ഇത് കഴിയുമ്പോൾ നമ്മളോട് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. എടുത്തോ എടുത്തോ. നമ്മൾ അധികം ഷോപ്പിംഗ് ഒന്നും അവിടുന്ന് ചെയ്തില്ല കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആ സ്ട്രീറ്റിൽ തോന്നിയത് എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഏത് ഹൈ ബ്രാൻഡിൻ്റെ ആയാലും ഡ്യൂപ്ലിക്കേറ്റുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ഫുഡിൻ്റെ കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, നല്ല അസൽ ഫുഡായിരുന്നു, വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ എപ്പിസോഡാണ് തായ്ലാൻഡിലെ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.